അവരവരുടെ വസ്ത്രശൈലിയെ സ്വീകരിക്കുമ്പോ അത് രാജ്യവിരോധമായോ അല്ലെങ്കിൽ വിദ്യാലയത്തിൽ പറ്റാത്തതായോ എഴുതി തള്ളുമ്പോ കണ്ണുകുടിക്കുന്ന കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കലാലയങ്ങളുള്ള നാടാണിത്. വേശ്യാലയത്തിന് സമാനമായി വൃത്തിഹീനതകൾ നടന്നുകൊണ്ടിരിക്കുന്ന കലാലയ പശ്ചാത്തലമുള്ള രാജ്യമാണിത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗർഭനിരോധന ഉറകൾ വിറ്റഴിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ആർട്സ് കോളേജിലാണെന്ന് സർവേ വന്ന കേരളത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കൗമാരകാല ഭ്രൂണഹത്യകൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ പശ്ചാത്തലമുള്ള രാജ്യത്താണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കുട്ടികൾ വൃത്തിഹീനതകളിലേക്ക് പോയാലും ബ്ലൂ ഫിലിമുകളിലേക്ക് പോയാലും ഒരുപാട് അനാശാസ്യ പ്രവണതയിലേക്ക് പോയാലും യാതൊരു തലവേദനയുമില്ലാത്ത ഇവിടുത്തെ എഴുത്തുകാരും അല്ലെങ്കിൽ കുത്തക മാധ്യമങ്ങളുമെല്ലാം ഒരു മുസ്ലിം പെൺകുട്ടി മക്കനെയും വിട്ടുകൊണ്ട് ആലപ്പുഴയില് വിദ്യാലയത്തിലേക്കോ തിരുവനന്തപുരത്തെ സ്കൂളിലേക്കോ പോയാൽ അത് രാജ്യവിരോധമായോ ആഗോള ഭീകരതയുടെ ഭാഗമായോ അവതരിപ്പിക്കപ്പെടുന്നതിന്റെ മനഃശാസ്ത്രവും സാമൂഹ്യശാസ്ത്രവുമാണ് നാം പഠിക്കേണ്ടത്. ഇത് പറയുമ്പോ ഞാൻ ഒരു മുസ്ലിമായതുകൊണ്ട് മുസ്ലിങ്ങളുടെ വേഷത്തിന് വേണ്ടി അവകാശപ്പെടുന്നു എന്ന് നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. ഒരു ഭാഗത്ത് ആ യാഥാർത്ഥ്യത്തെ ഞാൻ മറക്കുന്നില്ല. പക്ഷേ 1789 രൂപപ്പെട്ട ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം 1/2 കോടിയോളം മുസ്ലിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെ 1900 ആളുകൾ നിഷ്കർഷിതമായും അതുപോലെ തന്നെ ആയിരങ്ങൾ മാത്രം ചുരുങ്ങുന്ന സഹോദരിമാരാണ് അവിടെ മക്കന ധരിച്ചുകൊണ്ട് ജീവിക്കുന്നത്. ഏകദേശം 1/2 കോടിയോളം മുസ്ലിങ്ങൾ വസിക്കുന്ന ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യത്തിലെ ആയിരക്കണക്കിന് പെൺകൊടികൾ മാത്രം മക്കന ധരിക്കുമ്പോ അതിനെതിരെ ശക്തമായി തീരുമാനമെടുക്കാനാണ് ഗവൺമെന്റ് പാർലമെന്റ് കൂടുന്നത് എന്ന് വരുമ്പോ ഈ മക്കന പ്രശ്നത്തെ എത്ര ഗൗരവതരമായിട്ടാണ് ഓരോ രാജ്യങ്ങളും വിലയിരുത്തുന്നത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. ആംനസ്റ്റി ഇന്റർനാഷണലും ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും ഈ വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് നാം പഠിക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറയുന്ന ആഗോളതലത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു മതം, ആ മതം പുലർത്തിപ്പോരുന്ന ഒരു ആചാരത്തെയും അനുഷ്ഠാനത്തെയും സംസ്കാരത്തെയും കേവലമായൊരു കാടത്തമായി അവതരിപ്പിക്കുകയാണോ വേണ്ടത്, അല്ല വസ്തുതാപരമായി വിലയിരുത്തുകയാണോ എന്ന് വ്യക്തമായി പഠിക്കേണ്ട സാഹചര്യത്തിലാണ് ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. മക്കനയ്ക്കെതിരെ ആഗോളതലത്തിലുണ്ടായ ഇത്തരം പ്രതിഷേധത്തെ ആഗോള മനുഷ്യാവകാശ സംഘങ്ങളും അതുപോലെ തന്നെ ആംനസ്റ്റി ഇന്റർനാഷണലും കണ്ടത് എ കംപ്ലീറ്റ് ബാൻ ഓൺ ദി കവറിംഗ് ഓഫ് ദി ഫേസ് വുഡ് വയലേറ്റ് ദി റൈറ്റ്സ് ഓഫ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് റിലിജിയൻ ഓഫ് ദോസ് വിമൻ ഹു വിയർ ദി ബുർഖ ഓർ നഖാബ്. അവിടുന്ന് ബുർഖയോ അല്ലെങ്കിൽ മുഖമക്കനെയോ ധരിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരിമാർക്ക് അത് ധരിക്കുവാനുള്ള അവകാശം നിഷേധിക്കുക വഴി ആഗോള മനുഷ്യാവകാശത്തെയും മതസ്വാതന്ത്ര്യത്തെയുമാണ് ചോദ്യം ചെയ്യുന്നത് എന്ന് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിന്റെ ആമുഖത്തിൽ എഴുതി വെക്കുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ മുഖപ്രസംഗത്തിൽ ബെൽജിയം ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിനെതിരെ കടന്നു വന്ന ചില കുറിപ്പുകൾ കൂടി ഞാൻ വായിക്കാം. അതായത് ആഗോള മുസ്ലിങ്ങളുടെ നടപടിക്രമങ്ങളെയും മുസ്ലിം സഹോദരിമാരുടെ വേഷവിധാനത്തെയും ചോദ്യം ചെയ്തുകൊണ്ട് പല രാജ്യങ്ങളും അവരുടെ പാർലമെന്റുകളിൽ ശബ്ദമുയർത്തുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തപ്പോൾ അതിന് മനുഷ്യബോധവും നിയമബോധവുമുള്ള ആളുകൾ എങ്ങനെയാണ് വിലയിരുത്തിയത് എന്ന് നാം അറിയേണ്ടതുണ്ട്. അപ്പൊ ബെൽജിയം ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ വാഷിംഗ്ടൺ പോസ്റ്റിൽ വന്ന ലേഖനത്തിന്റെ മുഖപ്രസംഗത്തിൽ കാണാം, they are violating fundamental rights to free expression and religious freedom. മതസ്വാതന്ത്ര്യത്തിന്റെയും മനുഷ്യ സ്വാതന്ത്ര്യത്തിന്റെയും കടക്ക് കത്തിവെച്ചുകൊണ്ടാണ് ഇത്തരം തീരുമാനങ്ങൾ ഒരു ഗവൺമെന്റ് എടുത്തിരിക്കുന്നത്. ബാനിങ് their customs, clothing or their places of worship will not make them more European. It will only make Europe less free. അവിടുന്ന് ഇത്തരം നടപടികൾ സ്വീകരിക്കുക വഴി അഥവാ മുസ്ലിങ്ങളുടെയോ മറ്റേതെങ്കിലും സംസ്കാരങ്ങളുടെയോ ശൈലികളെയോ ഭാവങ്ങളെയോ നിഷേധിക്കുക വഴി ലോകത്തെ മുഴുവനും യൂറോപ്പിലേക്ക് വലിച്ചു കെട്ടാമെന്ന് വിചാരിച്ചാൽ യൂറോപ്പിനെതിരെയുള്ള വിപ്ലവമാണ് അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിവാദത്തെ മാത്രം ചുറ്റിപ്പറ്റിയിട്ട് ആഗോളതലത്തിൽ മുസ്ലിം സമുദായത്തെ ഒരു ഭാഗത്തിരുത്താമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്
യഥാർത്ഥത്തിൽ മക്കനെതിരെയുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നത്. ഒരു യാഥാർത്ഥ്യം കൂടി ഇവിടെ നാം മനസ്സിലാക്കണം. കേരളത്തിലുടനീളം ഇന്ന് വരെ മക്കന വിവാദവും തൊപ്പി വിവാദവും ഉണ്ടായ സ്കൂളുകളെ കുറിച്ച് നാം പഠിക്കണം. ആ സ്കൂളുകൾ പരിശോധിച്ചു നോക്കിയാൽ കൂടുതലും കന്യാസ്ത്രീമാര് അധ്യാപനം നടത്തുന്ന വിദ്യാലയങ്ങളാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ക്രൈസ്തവ മതവിശ്വാസികൾ പുണ്യമായി കാണുന്ന മക്കന ധരിച്ചുകൊണ്ട് കടന്നു വരുന്ന സിസ്റ്റർമാര് നേതൃത്വം നൽകുന്ന അധ്യാപനം നടത്തുന്ന പാഠശാലകളിലാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് മക്കന ധരിച്ച് പറന്നു ധരിച്ച് ചെല്ലാൻ സ്വാതന്ത്ര്യമില്ലാത്തത് എന്ന് വരുമ്പോഴാണ് ഇസ്ലാമിനെതിരെയുള്ള കടന്നുകയറ്റത്തിന്റെ ഗൂഢാലോചനയാണ് ഇത്തരം വിമർശനങ്ങൾക്ക് പിന്നിലുള്ളത് എന്ന് തിരിച്ചറിയേണ്ടി വരുന്നത്. വിശാലമായ ഈ വിഷയത്തിലൂടെ ഞാൻ കടന്നു പോകുന്നില്ല. കാരണം ഇന്ന് യൂറോപ്പ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഭീകരവാദമോ തീവ്രവാദമോ ഉഗ്രവാദമോ അല്ല, മറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിന്റെ അസൂയാവഹമായ മുന്നേറ്റമാണ് യഥാർത്ഥത്തിൽ ആഗോളതലത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളെയും പടിഞ്ഞാറൻ ശക്തികളെയും ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെയും അവിടുത്തെ മഹനീയമായ ദർശനങ്ങളെയും എല്ലാം അവമതിക്കുവാനുള്ള പശ്ചാത്തലത്തിലേക്ക് എത്തിച്ചേർന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം UK-ൽ 1990-ൽ 12% മുസ്ലിങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2000 ആയപ്പോഴേക്ക് 20% മുസ്ലിങ്ങളായി മാറി. ആ വിഷയങ്ങളെ മുഴുവനും വിലയിരുത്തിയ UK ഫ്രീ തിങ്കർ എന്ന് പറയുന്ന മാഗസിന്റെ എഡിറ്ററായ ഡേവിഡ് ട്രൈബ് അദ്ദേഹം എഴുതി വെച്ചു, 2010 ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിന്റെ പരിസമാപ്തിയാകുമ്പോഴേക്ക് ഇസ്ലാമിന്റെ യുഗപ്പിറവിയാണ് കടന്നു വരാൻ പോകുന്നത്. കാരണം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ മുഴുവനും അസൂയാവഹമായി ഇസ്ലാമിക ചിഹ്നങ്ങളും ഇസ്ലാമിക വിശ്വാസികളും അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിൽ ഏകദേശം 2% മുസ്ലിങ്ങളായി അവിടുന്ന് ഭൂരിപക്ഷ മുസ്ലിങ്ങളായി അധികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ ഓരോ രാജ്യത്തും ഇസ്ലാമികമായ ചിന്തകളുടെയും ആലോചനകളുടെയും തലങ്ങൾ ഉയർന്നു വരികയും സെപ്റ്റംബർ 11 ശേഷം ഈ ലോകത്തെ മുഴുവനും മുസ്ലിം ഭീകരതയുടെ നടുവിൽ ഭയപ്പെടുത്തി നിർത്താമെന്നും മുസ്ലിം വേഷധാരികളെ മുഴുവനും തീവ്രവാദത്തിന്റെയും ഉഗ്രവാദത്തിന്റെയും കടൽക്കടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് നരവേട്ട നടത്താമെന്നും വിചാരിച്ചിരുന്ന ആളുകൾ, എന്നാൽ അവർക്ക് തെറ്റിപ്പോയി. സെപ്റ്റംബർ 11 ശേഷമാണ് യൂറോപ്പിൽ ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടന്നത്. പരിശുദ്ധമായ ഖുർആനിന്റെ കോപ്പികൾ ഒട്ടധികം വിറ്റഴിക്കപ്പെട്ടത്. അതിലൂടെയാണ് ഒരുപാട് ആളുകൾ ഇസ്ലാമിനെ സ്വീകരിച്ചത്. നിരവധി ചർച്ചുകൾ അനാഥാലയമായി മാറുകയോ തത്തുല്യമായി പള്ളികൾ ഉയർന്നു വരികയോ ചെയ്തത്. ഇങ്ങനെ വിലയിരുത്തുമ്പോ ഇസ്ലാമോ ഫോബിയയുടെ പേരിൽ പരിശുദ്ധമായ ഇസ്ലാമിക ദർശനത്തിന്റെ മുമ്പിൽ വിരണ്ടു നിൽക്കുന്ന പടിഞ്ഞാറൻ ശക്തികളുടെ ദുഷ്ചെയ്തികളാണ് ആഗോളതലത്തിൽ ഇസ്ലാമിനെതിരെ പടവാളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുസ്ലിം ലോകം അവരുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തിരിക്കുന്നു എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവഹേളിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്താൽ ലോക മുസ്ലിങ്ങളെ മുഴുവനും ഇല്ലായ്മ ചെയ്യാൻ കഴിയുമെന്നും ചിന്തിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങ് ഡെൻമാർക്ക് മുതൽ തുടങ്ങി ഇങ്ങ് ശാസ്താംകോട്ട വരെയും ഒരുപാട് ആരോപണത്തിന്റെയും അപകടകരമായ ചിത്രീകരണത്തിന്റെയും പശ്ചാത്തലങ്ങൾ ഇസ്ലാമിന്റെ പ്രവാചകനെതിരെ രൂപം കൊണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്നറിയുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുമ്പോ അവിടുന്ന് കേവലമായ ഒരു പ്രാദേശികത്വത്തിന്റെയോ വർണ്ണവൈജാത്യത്തിന്റെയോ വർഗവ്യതിയാനത്തിന്റെയോ നിറവ്യത്യാസത്തിന്റെയോ ജിയോഗ്രഫിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്ക്രിമിനേഷന്റെയോ പശ്ചാത്തലത്തിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വായിക്കപ്പെടുന്നത്. മേഴ്സി ഓഫ് ദി ഹ്യൂമാനിറ്റി ഓർ മേഴ്സി ഓഫ് ദി വേൾഡ് എന്ന് യൂണിവേഴ്സ് എന്ന് വിളിച്ചു പറയപ്പെടുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മാനവികതയുടെയും ലോകത്തിന്റെയും കാരുണ്യത്തിന്റെ മഹനീയ ഉദാഹരണമായി അവതരിപ്പിക്കപ്പെടുമ്പോ വേദപുസ്തകത്തിന്റെയും സമാധാന സന്ദേശത്തിന്റെയും കോടിക്കണക്കിന് കോപ്പികൾ കേരളത്തിന്റെ കുഗ്രാമങ്ങളിലടക്കം വിറ്റഴിച്ചിട്ടും വിശുദ്ധ വിശ്വാസികളായി ഒരുപാട് ആളുകളെ കിട്ടിയിട്ടില്ല എന്ന ദുഃഖത്തിൽ നിന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പരിശുദ്ധരായ ഇസ്ലാമിന്റെ പ്രവാചകനെതിരെ ഇത്തരം ആരോപണങ്ങളുമായി കടന്നു വരുന്നത്. ഞാനെന്ന് ചോദിക്കും,